ഇപ്പോൾ ഭരണത്തിൽ നിന്നൊക്കെ പോയിച്ചാലും ഇടതുപക്ഷം കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, യാതൊരു സംശയമില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അധികാരത്തിലേക്കൊക്കെ വരാൻ ഇപ്പോൾ 2 മാസത്തെ ഒരു അനുഭവം കൂടി വെച്ച് നോക്കിയാൽ അല്ലേ, 5 വർഷത്തിന് മുന്നേ ഒരു ഓപ്ഷൻ ആളുകൾക്ക് ഇല്ലാത്തതുകൊണ്ട് 5 വർഷം കഴിഞ്ഞാലേ അധികാരത്തിൽ വരാൻ ഇടയുള്ളൂ. അത് വരാനുള്ള എല്ലാ സാധ്യതയും നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ തുറന്നു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയൊരു ആവേശം നമ്മുടെ ആൾക്കാർക്ക്, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈയിടെ അടുത്ത ദിവസം കഴിഞ്ഞ് 2 ആഴ്ച മുന്നേ എന്നോടൊരു സഖാവ് ചോദിച്ചു, അല്ല നമ്മൾ തോറ്റതിൻ്റെ ഒരു കാരണങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരുമോ വെച്ചു. എൻ്റെ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ഗ്യാസും പോയി. കാരണം ഞാനൊരു 100 ഇടത്ത് പറഞ്ഞു കഴിഞ്ഞു, ഇയാൾ തന്നെ 100 എണ്ണം കേട്ട് കഴിഞ്ഞു, അതിലൊരു 50 എണ്ണം ഞാൻ പറഞ്ഞതായിരിക്കും. അപ്പൊ ഞാൻ ആരായി? പ്രധാനപ്പെട്ട ഒരാളാ. ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് UDF-നേക്കാൾ കുറച്ച് വോട്ടാ കിട്ടിയത്, UDF നമ്മളെക്കാൾ കൂടുതൽ വോട്ടാ കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി, മതിയാ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ കാര്യം തിരിയൂന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല കേട്ടോ, പിന്നെ നിവൃത്തിയൊന്നുമില്ല. ഇത്രയും ലളിതമായ യുക്തികളിലൂടെയാണ് ഒരു നാട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല, പിന്നെ ആ നാടിനെ ദൈവം കാക്കേണ്ടിയിരുന്നു പറയേണ്ടി വരും. ഞാൻ കൂട്ടിയാ കൂടില്ല കേട്ടല്ല, ഞാൻ ഇതിനെ നന്നാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എന്നാലും പറയാൻ, അഥവാ നിങ്ങൾ ആരെങ്കിലും നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ട് അതിന്റെ കൂടെ കൂടാന്നുള്ളൊരു മോഹമുണ്ട്, കൂടെ കൂടാനും ഞാൻ ഉണ്ടാവില്ല എന്നർത്ഥം. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ കൂട്ടിയാ കൂടില്ല. ആ മട്ടിൽ അത്രയും ആഴത്തിൽ ഒരു ബൗദ്ധിക വിരുദ്ധത ഇങ്ങനെ എന്താ പറയാ കൊട വിരിച്ച് നിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ കാര്യങ്ങളും പശു ഒരു മൃഗമാണ് എന്ന് പറയുന്ന അത്രയും ലാളിത്യത്തോടെ പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മട്ടിൽ ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന് സഹായിക്കുകയും വലതുപക്ഷവൽക്കരണത്തിന്റെ സൂചകമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു വാചകം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. കേരളത്തിന്റെ മുഖമുദ്രയായി മാറിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷം ഇടതുപക്ഷത്തെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കേട്ടില്ലേ? വി ഡി സതീശനൊക്കെ ഞങ്ങളാണ് ഒറിജിനൽ ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞ്. ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു 20 കൊല്ലം മുമ്പ് അങ്ങനെ പറയുന്നത് കേൾക്കില്ല. 20 കൊല്ലം മുമ്പ് പോലും പറയുന്നത് കേൾക്കില്ല. കാരണം ലെഫ്റ്റും റൈറ്റുമാണ്. പക്ഷെ ഇന്ന് വി ഡി സതീശൻ മാത്രല്ല, ഈ എൻറ്റയർ റൈറ്റ് വിങ് ഇങ്ങനെ ലെഫ്റ്റിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വലതുപക്ഷം ഇടതുപക്ഷത്തെ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുത്തും കോമ. ഇടതുപക്ഷം വലതുപക്ഷത്തെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യത്തേത് പറഞ്ഞ് മാത്രം നിർത്തിയാൽ അങ്ങേയറ്റം സത്യസന്ധതയില്ലാത്തൊരു സംഭാഷണമായിട്ട് എന്റേത് മാറും. നമുക്ക് വല്ല അലോസരവും അതിൽ തോന്നുന്നുണ്ടോ? ഒരു അലോസരമൊന്നും. അതിന്റെ കാര്യം ഇതാണ്, പൊളിറ്റിക്കലി ലെഫ്റ്റായിട്ട് നിൽക്കുമ്പോഴും കൾച്ചറലി റൈറ്റായി നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഉഭയജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി. ഈ ഉഭയജീവിതം ജീവിക്കാൻ ഒരുമാതിരി തവളയുടെ ജീവിതം എന്നാ ഈ ഉഭയജീവിതം എന്ന് പറഞ്ഞതിന്റെ പച്ച മലയാളം കേട്ടോ. തവളയ്ക്ക് അത് നല്ലതാണ്, കാരണം അത് പരിണാമപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിന്റെ ഒരു ലിങ്ക് ആണല്ലോ, അല്ലേ? ഈ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്ന എവല്യൂഷൻ തിയറിയിലെ ഒരു ലിങ്കാണ്. അതുകൊണ്ട് ആ കണ്ണി മാർവലസ്, അത് കേമാണ്. പക്ഷെ മനുഷ്യർക്ക് പൊളിറ്റിക്സില് അങ്ങനെ ഒരു ഉഭയജീവിതം ജീവിക്കുന്നത് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ മട്ടിൽ ഒരർത്ഥത്തിൽ അപമാനകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉഭയജീവിതം ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട് എന്ന ആഴമുള്ള വിസ്താരമുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാതെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഈ കുടുംബ സംഗമത്തിന്റെ ഒരു പ്രത്യേകത, ഇതിനൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് എന്തെങ്കിലും ഒരു കള്ളിയിൽ ഒതുങ്ങണില്ല. വേണമെങ്കിൽ പ്രവാസം എന്ന
ഒരു 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 കള്ളി ഉണ്ട് എന്ന് പറയാം. പക്ഷെ ആ കള്ളി തന്നെ വളരെ യൂണിവേഴ്സലാണ്. അതിൻ്റെ ഉള്ളടക്കം അങ്ങനെയാണ്. മറ്റൊരു തരം കുടുംബസംഗമം, ഞാനതാകെ മോശമെന്നൊന്നും പറയല്ല, ഏതിനെങ്കിലും മാർക്കിടാനൊന്നും ഇപ്പം ഞാൻ ആളല്ല. പക്ഷെ ആ കുടുംബസംഗമങ്ങളുടെ ഒരു പ്രത്യേകത, അത് പലപ്പോഴും അവര് പോലും അറിയാതെ സൊസൈറ്റിയിൽ നൽകണ ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ ജാതിയുടെ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മതത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒക്കെ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം. ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു 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 കോൺസെപ്റ്റില് ഇറ്റ്സെൽഫ് അതൊരു വിഭാഗീയമാണ്. അപ്പൊ പലപ്പോഴും ഇത് അവരറിയുന്നുണ്ടാവില്ല കേട്ടോ. നിങ്ങളൊക്കെയും ചിലപ്പോൾ അത്തരം കുടുംബ സംഗമങ്ങളിലൊക്കെ പങ്കാളികളാവലുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സ്വാഭാവികമായിട്ടാണ് അതെല്ലാം വരിക, വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു പ്രവൃത്തി ഒരു കാര്യവും ആ പ്രവൃത്തി ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നത് വേറൊരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും അത്തരം കുടുംബ സങ്കല്പങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ, അതിൻ്റെ ആലോചനയിൽ തന്നെ അതിൻ്റെ ഒരു റൂം കണ്ടെത്തും. അത് എൻ്റെ കുടുംബം എന്നുള്ളതായിരിക്കും. അതിൻ്റെ തന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത് എൻ്റെ ജാതി എന്നുള്ളതായിരിക്കും. പിന്നെ അത് അവിടുന്ന് ഡെവലപ്പ് ചെയ്യാം. എൻ്റെ കുടുംബം ഒരു ഭയങ്കര കുടുംബമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എൻ്റെ ജാതി ഒരു ഭയങ്കര ജാതിയാണ് എന്നാണ്. എൻ്റെ തറവാട് ഒരു വലിയ തറവാടാണ്, അതിന് വലിയ കൊമ്പുള്ള ആൾക്കാരാണ് ഈ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജാതിക്കാർ ഭയങ്കര സംഭവങ്ങളാണ്, നിങ്ങൾ വിചാരിക്കണ ഒരു മട്ടല്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ മതമായിട്ട് മാറും, ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും. അതിനൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സ്വഭാവമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഈ ഒരു കുടുംബ സംഗമത്തിന് ഞാൻ ഈ പറഞ്ഞ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ ഇത് പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ ഈ കുടുംബം എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കണ ഒരു വാക്കുണ്ട്, ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് അത്ര കുടുംബം. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു പൊട്ടത്തരം പറയാനില്ല. പൊട്ടത്തരമൊക്കെ പറയാൻ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റി എല്ലാ കാലത്തേക്കുമായിട്ട്, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, ഇതൊന്നൊരു പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ കാലത്തേക്കുമായിട്ട് ഒരു കുടുംബമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്നത്, ഞാൻ ഈ കുടുംബമല്ല പറയുന്നത്, എൻ്റെ ഭാര്യ മക്കള് അങ്ങനെയുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മക്കള് ചേർന്നിട്ടുള്ള നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലുള്ള വീടൊരു കാര്യം, കുടുംബം വേറൊരു കാര്യമാണ്. അപ്പൊ ആ കുടുംബത്തെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ വിവിധ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തൊരു സംഗതിയാണല്ലോ പുറത്തേക്ക് വരാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കുടുംബം എന്ന് പറയുന്നത് എന്തോ ഒരു പാവനായിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഈ കുടുംബ രൂപങ്ങളൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല കേട്ടോ. ഇതൊക്കെ താമസിയാതെ ഇല്ലാതെയാകാൻ പോകുന്ന, ഇല്ലാതെയാകേണ്ടുന്ന ഒരു സാധനത്തിന്റെ പേരാണ് നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞുകൂടുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതി. പെട്ടെന്ന് ഒരു ചിലപ്പോ ഒരു ഷോക്കായി തോന്നുന്ന ഒരു വാചകമാണ്. വളരെ വിയോജിപ്പ് നിങ്ങൾക്ക് പലർക്കും എന്നോട് ഉണ്ടാവാൻ ഇടയുള്ള, എനിക്കറിയാം, അത് ഒരു വാചകമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഇപ്പൊ ഇന്ന് കാണുന്ന ഈ അണുകുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഇതൊക്കെ താരതമ്യേന ഒരു അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ ചിലർ പറഞ്ഞേക്കാം പഴയ കുടുംബം നല്ലതുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞേക്കാം. ചിലർ അങ്ങനെ പറയും, അന്നൊക്കെ നല്ല സുഖമായിരുന്നു, കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെ സുഖമായിരുന്നു എന്നൊക്കെ പറയും. നിങ്ങൾക്കൊരിക്കലും ആ കുടുംബം ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു സൊസൈറ്റി, ഒരു സമൂഹം അതിൻ്റെ കുടുംബ രൂപത്തിനെ ഉണ്ടാക്കുക ചെയ്യാം, തിരിച്ചല്ല കേട്ടോ. ഒരു കുടുംബം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയല്ല ചെയ്യുക, ഒരു സൊസൈറ്റി അതിൻ്റെ കുടുംബ രൂപത്തിനെ ഒരു ഫോമിനെ സൃഷ്ടിക്കുക ചെയ്യാം. അപ്പൊ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ കുടുംബ രൂപമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയല്ല, അങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞു പോവാൻ. ആ ഒരു സമൂഹത്തിനെ നിലനിർത്താൻ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു ജോയിന്റ് ഫാമിലി അത്യാവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രൂപം, ഒരു കുടുംബ രൂപം ഉണ്ടായി. ആ സൊസൈറ്റി ഇന്ന് നിലവിലില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ കുടുംബ രൂപം കൊഴിഞ്ഞുപോയി, അതില്ല.
നിങ്ങൾ എത്ര മോഹിച്ചാലും അത് ഉണ്ടാക്കാൻ കഴിയില്ല, വെറുതെ. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത സമൂഹമാണ്. അത് എന്തിലാണ് ബേസ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ 100% മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മുതലാളിത്ത സമൂഹം അതിന്റെ കുടുംബത്തിനെയാണ് സൃഷ്ടിക്കുക. ഇത് നമ്മുടെ ഇച്ഛയുടെ ഒരു കാര്യമൊന്നുമല്ല, നമ്മുടെ മോഹത്തിന്റെ ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ സൊസൈറ്റി അതിന്റെ കുടുംബത്തിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ കുടുംബത്തിലാണ് നമ്മളുള്ളത്. അത് നാളെ ഈ സമൂഹം മാറിയല്ലോ. ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടോ ഞാൻ മോഹിച്ചത് കൊണ്ടോ നമ്മൾ പ്രമേയം പാസ്സാക്കിയത് കൊണ്ടോ ഒന്നും അത് നിലനിൽക്കില്ല കേട്ടോ. അതെല്ലാം പോവും. അത് പോയിട്ട് പുതിയതൊന്നു വരണം. നാട് മാറുമ്പോ, കാലം മാറുമ്പോ ആ കാലത്തിനനുസരിച്ചിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാവും, അതിന്റെ മൂല്യബോധങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ കാലത്തേക്കുമായിട്ടൊരു മൂല്യബോധം ഇല്ല. എല്ലാ കാലത്തേക്കുമായിട്ട് ജീവിതത്തിന്റെ ഒരു രൂപങ്ങളും നിൽക്കുന്നില്ല എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമികമായ പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ സൊസൈറ്റിയാണ്, ആ സൊസൈറ്റിയിൽ ഈ ഒരു കുടുംബമാണ്, ആ കുടുംബത്തിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈഫാണ് ജീവിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ആ കുടുംബങ്ങളെ, അതിനകത്തുള്ള ഒരു ലൈഫിനെ, ഒരു ജീവിതത്തിനെ, ആ ജീവിതം എങ്ങനെ നമ്മുടെ നാടിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന ഒരു ആലോചന നടത്താവുന്നതാണ് എന്ന് ഞാൻ പറയാൻ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു സൊസൈറ്റി അതിന്റെ കുടുംബത്തിനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ നിൽക്കാൻ പാടില്ല, ഒരു കുത്തും കോമിയും കൂടി ഇടണം, എന്നിട്ട് അടുത്തൊരു വാചകം പറയണം, അപ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. അതെന്താന്ന് വെച്ചാല് ആ സൊസൈറ്റി, ആ കുടുംബം, ഏത് കുടുംബം? ഈ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഈ കുടുംബം, അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കുടുംബം അതിങ്ങനെ വെറുതെ നിൽക്കില്ല. വെറുതെ ഇങ്ങനെ ഒരു തറി പോലെ അത് നിൽക്കില്ല. മറിച്ച് ആ കുടുംബം അതിനെ ഉണ്ടാക്കിയിട്ടുള്ള സൊസൈറ്റിയെ തിരിച്ച് സ്വാധീനിക്കും. ഇങ്ങനെ ഒരു ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എല്ലാതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കുടുംബത്തെ ഉണ്ടാക്കിയത് ഈ സമൂഹമാണ്. ഇന്നത്തെ കേരളമാണ്, ഇന്നത്തെ ഇന്ത്യയാണ്, ഇന്നത്തെ ലോകമാണ് എന്ന് പറയാം. എന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കല്ല, നമ്മൾ തിരിച്ച് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സൊസൈറ്റിയെ തിരിച്ച് സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു മാർസിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ചാല് ഇന്നത്തെ കേരളത്തെ പറ്റി വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതാണ്. നിങ്ങളെല്ലാവരും വളരെ ശക്തമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അതിന് വലിയ സംഭാവനകൾ നൽകുന്ന, സംഭാവന ഞാൻ പണപരമായ സംഭാവനയല്ല ഉദ്ദേശിച്ചത്, അല്ലാത്ത സംഭാവനകളുണ്ടല്ലോ, അതെല്ലാം നൽകുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും എന്നും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കേരളത്തിന്റെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇലക്ഷനൊക്കെ ശേഷമുള്ള ഒരുപാട് എന്താ പറയാ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, സ്വന്തം നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതൊന്നും തെറ്റല്ല, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം എന്ന് പറയുന്നത്, കേരള സമൂഹം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു സൊസൈറ്റിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നാം. അത് എന്താണ് അങ്ങനെ? അതിന് നമ്മുടെ കുടുംബങ്ങൾ എത്രമാത്രം, ഞാൻ പറയില്ല, രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ടും വരും, ഇവിടുന്ന് അങ്ങോട്ടും വരാം. അല്ലാണ്ട് ഇതിങ്ങനെ വെള്ളം കടക്കാത്ത അറകളൊന്നുമല്ല. ആ വലതുപക്ഷവൽക്കരണത്തിന് നമ്മുടെ കുടുംബങ്ങൾ എന്തെല്ലാം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ ഈ കാലത്ത് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന, കേരളത്തിൽ മീൻസ് പുറത്തായാലും കുഴപ്പമൊന്നുമില്ല, മലയാളിയായി ജീവിച്ചിരിക്കുന്ന എല്ലാ ഇടതുപക്ഷ അനുഭാവികൾക്കും വിശ്വാസികൾക്കും ചുമതലയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിനെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളം, നമ്മുടെ സൊസൈറ്റി, സമൂഹം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് ചിലപ്പോൾ ആളുകൾ തർക്കിക്കാനിടയുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഭരണത്തിൽ നിന്നൊക്കെ പോയിച്ചാലും ഇടതുപക്ഷം കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, യാതൊരു സംശയമില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അധികാരത്തിലേക്കൊക്കെ വരാൻ ഇപ്പോൾ 2 മാസത്തെ ഒരു അനുഭവം കൂടി വെച്ച് നോക്കിയാൽ അല്ലെ, 5 വർഷത്തിന് മുന്നേ ഒരു ഓപ്ഷൻ ആളുകൾക്ക് ഇല്ലാത്തതുകൊണ്ട് 5 വർഷം കഴിഞ്ഞാലേ അധികാരത്തിൽ വരാൻ ഇടയുള്ളൂ.
അത് വരാനുള്ള എല്ലാ സാധ്യതയും നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ തുറന്നു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയൊരു ആവേശം നമ്മുടെ ആൾക്കാർക്ക്, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമേ അല്ല പറയുന്നത്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സമൂഹത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രബലത എന്ന് പറയുന്നത് യാതൊരു സംശയമില്ലാത്ത വിധത്തിൽ ഇറ്റ് ഈസ് ദർ, അതവിടെ നിൽക്കുകയാണ്. അതിന് വലിയ ഇടിവൊന്നും തട്ടിയിട്ടില്ല. നമ്മുടെ സമൂഹത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് സങ്കല്പിക്കാം. അതിലൊന്ന് പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ്, രാഷ്ട്രീയ സമൂഹമാണ്. മറ്റൊന്ന് സിവിൽ സൊസൈറ്റിയാണ്, പൗരസമൂഹമാണ്. ഈ കുടുംബമൊക്കെ രണ്ടാമത് പറഞ്ഞതിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ രണ്ടും വെള്ളം കിടക്കാത്ത രണ്ട് അറകളൊന്നുമല്ല കേട്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അതിൽ പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആശയങ്ങളുടെ പ്രബലത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്, എന്താ പറയുക, ഒരുവിധ സംശയവുമില്ലാത്ത തരത്തിൽ അതിങ്ങനെ ഉയർന്നു നിൽക്കാൻ. പക്ഷേ എന്താണ് നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ, എന്താണ് നമ്മുടെ പൗരസമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചാൽ, പൗരസമൂഹം വളരെ വേഗത്തില് വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വൈരുദ്ധ്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തെ അഡ്രസ് ചെയ്യാതെ, ഇതിനെ അഭിസംബോധന ചെയ്യാതെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു സംഘത്തിന് ഈ ഒരു ക്രൈസിസ്, ഇതൊരു ക്രൈസിസാണ്, ക്രൈസിസിന്റെ മുഖത്ത് കേരളീയ ഇടതുപക്ഷത്തിന്, അതുവഴി ഇന്ത്യൻ ഇടതുപക്ഷത്തിന് വലിയ സംഭാവനകൾ നൽകാനുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ സ്വാഭാവികമായിട്ടും പ്രയാസമുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം ഒരു വലിയ തോതിൽ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ്. ശതമാനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാൽ പോലും ഒരു ഏത് കണക്കെടുത്താലും ഒരു 50 to 60% ഓഫ് മലയാളി എന്താ പറയാ, ഒരു മിഡിൽ ക്ലാസ് ആണ്. ചിലപ്പോൾ അതിലധികം ഉണ്ടാവും കേട്ടോ, 60 70 വരെയൊക്കെ വേണമെങ്കിൽ പോകാം. ഈ മധ്യവർഗമാണ് എന്നർത്ഥം. ഈ മധ്യവർഗം തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ഇതിങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് മധ്യവർഗം ആയതൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ പ്രവാസ ജീവിതം നയിച്ച് ഒരു ദിവസം രാവിലെ എന്നാൽ ഞാൻ അങ്ങോട്ട് ദുബായിക്ക് പൊക്കളയാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സൗദി അറേബ്യക്ക് പൊക്കളയാം, ഞാൻ അങ്ങോട്ട് US പോയിക്കളയാം എന്ന് പറഞ്ഞിട്ട് പെട്ടിയും തൂക്കി പോയതൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നും കരുതരുത്, അങ്ങനെയൊന്നും പോയതല്ല. ഈ പ്രവാസത്തിന് സാധ്യമായ തരത്തിൽ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥ കേരളം രൂപപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ പലരും പറയുന്നത് കേൾക്കാം, കേരളം നിലനിൽക്കുന്നത് പ്രവാസം കൊണ്ടാണ്. നിങ്ങൾ തിരിച്ചൊന്നാലോചിച്ച് നോക്കൂ, ചില കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ. റിവേഴ്സിൽ ഒന്ന് ചിന്തിക്കണം. അതിലൊരു കാര്യമുണ്ട്, ആദ്യം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, കേരളത്തിന്റെ ഇക്കോണമിയൊക്കെ നിലനിർത്തുന്നതിൽ അതിൻ്റെ ഒരു നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് പ്രവാസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചൊന്നാലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിലും കേരളം, എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങേയറ്റം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ പോയിട്ട് വളരെ കോമ്പിറ്റന്റ് ആയി നിന്നിട്ട് ഇടിച്ചു നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഇടിച്ചു നിന്നിട്ട് എന്താ പറയാ, ഈ മട്ടിലുള്ള ഒരു വിജയിച്ച ജീവിതം ജീവിക്കാൻ മലയാളിക്ക് സാധ്യമായത് എന്തുകൊണ്ടാണ്? അത് അപ്പൊ നമുക്കിഷ്ടം അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു മികവാണ് എന്ന് കരുതാനാണ്. അങ്ങനെയാണ് ഞാൻ വിജയിച്ചത് എന്റെ മികവിന്റെ എല്ലാം അടിസ്ഥാനം എന്റെ ബുദ്ധിശക്തിയും എന്റെ ടാലന്റും എന്റെ സ്വയം എന്തൊക്കെയാണ് എന്നും പറയാനുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ടാവും. പക്ഷേ സാമൂഹ്യമായിട്ട് നോക്കിയാൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊരു ഭാഗത്തുണ്ട്. സാമൂഹ്യമായി നോക്കിയാൽ അങ്ങനെ കോമ്പിറ്റന്റ് ആവാൻ ലോകത്തെവിടെയും സക്സസ് ആവാൻ പറ്റണ തരത്തില് മലയാളിയെ രൂപപ്പെടുത്തിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്ര തന്നെ ഇല്ലാത്ത വിധത്തിൽ അതിന്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് കേരളത്തിലെ ഈ മധ്യവർഗം എന്ന് പറയുന്നത്. തന്നെ ഉണ്ടായ സ്വയംഭൂ ഒന്നും അല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ മധ്യവർഗം എന്ന് പറഞ്ഞൊരു ഭയങ്കര ക്ലാസ്സാണ് കേട്ടോ, വല്ലാത്തൊരു ക്ലാസ്സാണ് മധ്യവർഗം. ചരിത്രത്തിൽ അതിന് എന്താ പറയാ, പലപ്പോഴും നിർണായകമായ പല മൂവ്മെന്റിലും നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, ഇപ്പൊ ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ ഒക്കെ പിറകിലുള്ള ഒരു സാധനം എന്താ? നിങ്ങൾ അതിനെയൊക്കെ നമ്മൾ പല ആംഗിളിൽ കാണണം. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മനുഷ്യരുടെ
എന്താ ഒരു വിദ്യാഭ്യാസം, ജോലി സാധ്യത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപകടത്തിലായിട്ടുണ്ട് എന്ന ഇന്ത്യൻ മധ്യവർഗത്തിന്റെ അരക്ഷിത ബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് പാറ്റ. മനസ്സിലാക്കണത്, അടുക്കളയിലെ പാറ്റ അല്ലല്ലോ ഇത്. ആ പാറ്റ ഇങ്ങനെ ഉണ്ടായതാണ്. അതെങ്ങനെ നാളെ രൂപപ്പെടും, എങ്ങനെ അതിനെ പിന്നെ എന്താ ഒരു ഹിന്ദുത്വ വിരുദ്ധ ശക്തികൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങളൊരു 10-15 കൊല്ലം മുമ്പേ അതോ അതിൽ പിന്നിലായോ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിർഭയ സമരം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സമരത്തിന്റെ പിറകിലുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുട്ടി കൊല്ലപ്പെടുന്നു അല്ലെ, അതിന്റെ പിറകിലുള്ള ഒരു കാര്യം ഇതാണ്. ഇന്ത്യയിലെ നഗരങ്ങൾ മധ്യവർഗ പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ലാതായി തീർന്നിരിക്കുന്നു എന്ന ഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ആ സമരം കഴിഞ്ഞു, എല്ലാവരും അതിന്റെ പിന്നാലായി. ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി എന്താ? ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? എല്ലാ ദിവസവും ആവറേജായി ഒരു 2 സ്ത്രീകളെങ്കിലും എന്താ പറയാ ഈ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ കണക്കാണ്. എല്ലാ ദിവസവും ശരാശരി 16 സ്ത്രീകൾ ഗാർഹിക പീഡനത്താൽ കൊല്ലപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എവിടെയെങ്കിലും തലക്കെട്ടാവുന്നുണ്ടോ? വാർത്തകളിൽ വരുന്നുണ്ടോ? വാർത്തകളിൽ വരുന്നില്ല. ഞാൻ അതുകൊണ്ട് അത് മോശമായി എന്നോ അങ്ങനെയല്ല. ഞാൻ ഇതിനൊന്നും കമ്പയർ ചെയ്യല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് മധ്യവർഗത്തിന്റെ ഒരു ശേഷിയെ, ശക്തിയെ, അതിന്റെ പ്രഹരശേഷിയൊക്കെ പറ്റി പറഞ്ഞതാണ്. അപ്പോ ഒരുപാട് മൂവ്മെന്റുകളെ, ഒരുപാട് ആശയങ്ങളെ വലിച്ചുകൊണ്ടു പോകുന്ന ഒരു എഞ്ചിനായി ചരിത്രത്തിൽ പ്രവർത്തിച്ചൊരു വർഗമാണ് മിഡിൽ ക്ലാസ് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ആ ക്ലാസ്സിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നാം നമ്മുടെ ശേഷിയും അല്ലെ പ്ലസും മൈനസും മനസ്സിലാക്കണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാണ്ട് ഇങ്ങനെ പ്ലസ് മാത്രമായിട്ടൊരു സംഗതി അങ്ങനെ ഉണ്ടാവില്ല, മൈനസ് മാത്രമായിട്ട് അങ്ങനെ രണ്ടും ഉണ്ടാവില്ലല്ലോ. ഇത് രണ്ടും തിരിച്ചറിയുന്നത് അതൊരു പാണ്ഡിത്യത്തിന് വേണ്ടിയല്ല, അറിവിന് വേണ്ടിയല്ല. ഞാൻ എൻ്റെ ശേഷിയും എൻ്റെ ദൗർബല്യവും മനസ്സിലാക്കുന്നത് 1 ഇഞ്ച് കൂടി മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ നോക്കിയാൽ ഈ മിഡിൽ ക്ലാസ്സിന് സഹജമായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ എങ്ങനെയാണ് കേരളീയ സമൂഹത്തെ വലതുപക്ഷവൽക്കരിക്കുന്നതിന് നമ്മൾ അറിയാതെ ഒരു ഇന്ധനം നൽകുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഈ വിഭാഗത്തിന് അങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ചൊരു വർഗ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ അല്ലാത്ത വിഭാഗത്തിനെ കണ്ടാൽ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസ് കോൺഷ്യസ് ഉണ്ടാവും, ഒരു വർഗബോധം ഉണ്ടാവും, വർഗ താല്പര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ ചില വാക്കുകളൊക്കെ നമ്മൾ പറയാൻ പേടിക്കണം. എന്ന് വെച്ചാൽ അടിമുടി ഒരു ആന്റി ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ബൗദ്ധിക വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അതുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞുകൂടാ. നമ്മളിപ്പോ എന്തെങ്കിലും, ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ ബൂർഷ്വാസി എന്ന് പറഞ്ഞു വിചാരിക്കാം, ഗതികേടിന് ചിലപ്പോഴേക്ക് അത് പറയേണ്ടി വരും, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു എന്ന് കൂട്ടാ. അപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം സിനിമയിലെ ശങ്കരാടിന്റെ ചായ തോന്നിക്ക് തുടങ്ങി. ഈ ചങ്ങായി മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയാന്നാ പറയാം. ഒരു TV ചർച്ചയില് നമ്മുടെ ഒരു ആരായിരുന്നു ഞാൻ ഓർക്കണില്ല, പിന്നെ സ്ഥാപനവൽക്കരണം എന്നുള്ളൊരു വാക്ക് പറഞ്ഞതാ. നോക്കൂ, അത് വളരെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള, ലോകത്താകെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ഥാപനവൽക്കരണം. ഈ വാക്ക് പറഞ്ഞപ്പോ ഒരു ചർച്ചയിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരാ. ഈ വാക്ക് പറഞ്ഞപ്പോ ഈ അവതാരക ഒരു ചിരിയാ, വായ ഒത്തി അങ്ങ് ചിരിച്ചു. കംപ്ലീറ്റ് തീർന്നേ. പിന്നെ നിങ്ങൾക്കൊരു വാക്ക് പറയാനില്ല. കാരണം അതോടുകൂടി അവിടെ ശങ്കരാടി പ്രതിഷ്ഠിക്കപ്പെട്ടു. പിന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഞാൻ ഈയിടെ അടുത്ത ദിവസം കഴിഞ്ഞ് 2 ആഴ്ച മുന്നേ എന്നോടൊരു സഖാവ് ചോദിച്ചു, അല്ല നമ്മൾ തോറ്റതിൻ്റെ ഒരു കാരണങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരുമോ വെച്ചു. എൻ്റെ കംപ്ലീറ്റ് എന്താ ഈ പറഞ്ഞ പോലെ ഗ്യാസും പോയി. കാരണം ഞാനൊരു 100 ഇടത്ത് പറഞ്ഞു കഴിഞ്ഞു, ഇയാൾ തന്നെ 100 എണ്ണം കേട്ട് കഴിഞ്ഞു, അതിലൊരു 50 എണ്ണം ഞാൻ പറഞ്ഞതായിരിക്കും. അപ്പൊ ഞാൻ ആരായി? പ്രധാനപ്പെട്ട ഒരാളാ. ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് UDF-നേക്കാൾ കുറച്ച് വോട്ടാ കിട്ടിയത്.
UDF നമ്മളെക്കാൾ കൂടുതൽ വോട്ടാ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി, മതിയോ? നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ കാര്യം തിരിയൂന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല കേട്ടോ. പിന്നെ നിവൃത്തിയൊന്നുമില്ല. ഇത്രയും ലളിതമായ യുക്തികളിലൂടെയാണ് ഒരു നാട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല. പിന്നെ ആ നാടിനെ ദൈവം കാക്കേണ്ടിയിരുന്നു പറയേണ്ടി വരും. ഞാൻ കൂട്ടിയാൽ കൂടില്ല കേട്ടല്ല, ഞാൻ ഇതിനെ നന്നാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എന്നാലും പറയാൻ, അഥവാ നിങ്ങൾ ആരെങ്കിലും നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ട് അതിന്റെ കൂടെ കൂടാന്നുള്ളൊരു മോഹമുണ്ട്, കൂടെ കൂടാനും ഞാൻ ഉണ്ടാവില്ല എന്നർത്ഥം. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ കൂട്ടിയാൽ കൂടില്ല. ആ മട്ടിൽ അത്രയും ആഴത്തിൽ ഒരു ബൗദ്ധിക വിരുദ്ധത ഇങ്ങനെ എന്താ പറയാ കൊട വിരിച്ച് നിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ കാര്യങ്ങളും പശു ഒരു മൃഗമാണ് എന്ന് പറയുന്ന അത്രയും ലാളിത്യത്തോടെ പറഞ്ഞിട്ടില്ല വെച്ചാൽ പറയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മട്ടിൽ ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന് സഹായിക്കുകയും വലതുപക്ഷവൽക്കരണത്തിന്റെ സൂചകമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മധ്യവർഗത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു വർഗ സ്വഭാവമല്ല. അവിടെ വെച്ചാൽ അവിടെ കൂടും, ഇവിടെ വെച്ചാൽ അവിടെ കൂടും. ഒരുതരം ഉത്കർഷേച്ഛയാണ്. അവനവന്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവനവന് ചുട്ട കുട്ടി ചോട്ടിൽ കയറിയില്ലേ, അതാണ് ഇപ്പൊ ഡൽഹിയിലെല്ലാം കണ്ടത് കേട്ടോ. ഈ മോദി 56 ഇഞ്ചുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡോലൊക്കെ പാടി നടന്നിരുന്ന വിഭാഗത്തിൽ ഒരാൾക്കാരാണ്, മനസ്സിലാക്കണം. അല്ലാണ്ട് ഇക്കാലം മുഴുവൻ ഹിന്ദുത്വം എതിർത്തിട്ടുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. പക്ഷെ അവനവന് ചുട്ടപ്പോ മോദിയല്ല, കുട്ടി വരെ ചോട്ടിലാണ്. പിന്നെ ഇപ്പൊ എന്ത് മോദിയാ കിടക്കുന്നത്? ഇതൊരു ഒരു വർഗ സ്വഭാവമാണ്, ഒരു വർഗത്തിന്റെ സ്വഭാവമാണ്. ഇത് വ്യക്തിയുടെ നന്മതിന്മയുടെ പ്രശ്നമല്ല. അപ്പൊ ആ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, മധ്യവർഗത്തിന് ഈ എന്താ കുടുംബങ്ങളിലേക്കുള്ള ഒരു ചുരുങ്ങലാണ്. അവനവന്റെ കുടുംബം അതിലിങ്ങനെ നിന്നിട്ട് അതിലിങ്ങനെ കിടന്ന് ഈ നമ്മള് പൂണ്ട് വിളയാടുക എന്നൊക്കെ പറയില്ലേ, അതിലിങ്ങനെ അതിന്റെ കേമത്വങ്ങളിൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആനന്ദിക്കുക. അപ്പൊ അതത്ര വലിയ തെറ്റാണോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. അത് ഡിപ്പെൻസ്, ആളുകളുടെ ഒരു മനോഭാവത്തിനനുസരിച്ചിരിക്കും. ഞാൻ അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. ആ ഒരു കുടുംബ ജീവിതത്തോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടത്തിന് ഞാൻ വീണ്ടും പറയണം, ആ ഇഷ്ടം കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഓക്കെ ആയിരിക്കും ഒരു പക്ഷെ ആ ഇഷ്ടത്തിന്റെ ഒരു മറുപുറം എന്താണെന്നറിയോ? പൊതുജീവിതത്തോടുള്ള വിരക്തിയാണ്. അതാ പ്രശ്നം. അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ 24/7 ഇരിക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കാനാ കണ്ടെന്ന് വെച്ചപ്പോ ഞാൻ കൂട്ടിയ ഭാഗമൊന്നുമില്ല, നിങ്ങൾ ഇരുന്നോളൂ എന്ന് എനിക്ക് ഇതിൽ ഉത്തരവുള്ളൂ. അതിന് പ്രശ്നമില്ല, അത്രയും പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം ഇതാണ്, അതിന്റെ അപ്പുറം പൊതുജീവിതം എന്നുള്ളൊരു സാധനമില്ല. അത് നമ്മുടെ ഒരു കൺസേൺ ആയി വരുന്നില്ല. അതിന്റെ അടുത്ത പടി എന്താണ്? അതിന്റെ അടുത്ത പടി വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മധ്യവർഗം സമൂഹത്തിന്റെ സ്വാതന്ത്ര്യമായി തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ്. എന്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ഒക്കെ ഇഷ്ടം എന്ന് ഞാൻ കരുതിയല്ലോ, എന്റെ താല്പര്യമാണ് നിങ്ങളുടെ ഒക്കെ താല്പര്യം എന്ന് ഞാൻ കരുതിയല്ലോ. ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു വ്യക്തിപരമായ നന്മതിന്മയല്ല. ഞാൻ ഏത് ക്ലാസ്സിലാണ് പെടുന്നത് എന്നതിന്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പൊ മധ്യവർഗം അങ്ങനെ കരുതാണ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ വിമോചനം എന്ന് പറയുന്ന ഒരു ആശയം നോക്കും, ലിബറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം, ഗംഭീരമായിട്ടുള്ളൊരു ആശയം. ഗംഭീരമായിട്ടുള്ള ലോകത്തെമ്പാടും ലിബറേഷൻ എന്ന് പറയുന്ന ആശയത്തിന് വലിയ സ്വാധീനമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആളുകൾക്ക് ഇഷ്ടമാണത്, ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്തിൽ നിന്നുള്ള ലിബറേഷൻ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഓക്കെ, നിങ്ങൾക്ക് അസ്വാതന്ത്ര്യം ഇഷ്ടമല്ല, ശരി, എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ചില്ലറപ്പെട്ട ചോദ്യമല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യം ഇല്ല എന്നാ ഞാൻ പറയാം, സമത്വം ഇല്ല എന്നാ ഞാൻ പറയാം. നമ്മളിങ്ങനെ വളരെ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുനടക്കുന്ന, ഞാൻ അതിലേക്ക് വരാം, ഈ ഫാമിലിക്കകത്ത് സമത്വം എന്ന് പറയുന്ന ഒരു സാധനം തുലോം കുറവാണ്. ഞാൻ തീരില്ല എന്ന് പറയില്ല, തുലോം കുറവാണ്. അതിനകത്തുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാര്യം നോക്കൂ. നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് മനസ്സിലൊന്ന് കണ്ടാൽ മതി കേട്ടോ. യഥാർത്ഥത്തിൽ എന്താ സ്വാതന്ത്ര്യം? ഈ ലിബറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഒരു പൊസിഷൻ ഏതാ? എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം കളയുന്ന ഒരു എലമെന്റ്? എന്താ? സാമ്പത്തിക ബന്ധങ്ങളാണ്. മനസ്സിലാക്കണം.
സാമ്പത്തിക ബന്ധങ്ങളാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത്. സമത്വത്തെ നിരാകരിക്കുന്ന വലിയൊരു ഘടകം, മുഴുവൻ അതാന്നുള്ളതല്ല, മറ്റത് മുഴുവൻ അതന്നെ. സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന മുഴുവൻ കാര്യം സാമ്പത്തിക ബന്ധങ്ങളിലാണ് ഈ അസ്വാതന്ത്ര്യം കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ വിശദീകരിക്കില്ല, പോയിന്റ് മാത്രം പറയാം. വീട്ടിനകത്ത് ഒരു വരുമാനമുള്ള ഒരു 40, 45, 50 വയസ്സുകാരനും കാരിയും വരുമാനമില്ലാത്തൊരു 80 വയസ്സുകാരിയും തമ്മിലുള്ള ബന്ധങ്ങൾ എടുത്തു നോക്കി നമുക്കത് കാണാൻ പറ്റും. ജോലി ഇല്ലാത്ത ഒരാളും ഏൺ ചെയ്യണ ഒരാളും ഇടയിലുള്ള ബന്ധങ്ങളെ വിശകലനം ചെയ്താൽ നമുക്ക് ഈ വസ്തുത പിടികിട്ടും. ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നറിയോ? മധ്യവർഗം ഒരിക്കലും ഈ വിമോചനം എന്ന് പറയുന്നത് സാമ്പത്തിക ബന്ധങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് എന്ന് കരുതുന്നില്ല. ഇത് ചില്ലറപ്പെട്ട കാര്യമല്ല, ചില്ലറപ്പെട്ട ദോഷമല്ല. അങ്ങനെ കരുതാനുള്ള ഒരു അവബോധത്തിലേക്ക് ലോകത്തൊരിടത്തും മധ്യവർഗ ബോധം എത്തുന്നില്ല. അതിലൊരു മനുഷ്യനൊക്കെ ചിലപ്പോൾ എത്തുണ്ടാവും, അതൊരു എക്സംഷനാണ്, അത് വേറൊരു കേസാണ്. ആസ് എ ക്ലാസ് ലോകത്തൊരിടത്തും മധ്യവർഗം ലിബറേഷനെ സംബന്ധിച്ച, സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച, വിമോചനത്തെ സംബന്ധിച്ച ഏറ്റവും ആധുനികമായ ബോധ്യത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എത്തില്ല. മറ്റൊന്ന് സ്വകാര്യ സ്വത്തിനോടുള്ള, അതൊക്കെ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ്, ഈ ഒരു അമിത താല്പര്യം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യങ്ങളിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മധ്യവർഗത്തിന് ഭൂരിപക്ഷമുള്ള ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട്. ആ ഒരു നാട്ടിലെ ഈ ഫാമിലിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗരസമൂഹത്തിലൊക്കെയാ വോട്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കക്ഷിക്ക്, ആശയത്തിന് ഒക്കെയാണ് വോട്ട് ചെയ്യുക. പക്ഷെ ഈ ആള് തന്നെ വീട്ടിനകത്തേക്ക് വന്നാലോ നമ്മൾ ആ സമയം വരെ അണിഞ്ഞിരുന്ന പുരോഗമനത്തിന്റെ എല്ലാ രാഷ്ട്രീയ കുപ്പായങ്ങളും അഴിച്ചു വെച്ചിട്ട് വീട്ടിനകത്ത് നമ്മൾ ജാതി കൊണ്ട്, മതം കൊണ്ട്, അന്ധവിശ്വാസം കൊണ്ട്, എന്തെല്ലാമോ കാര്യങ്ങൾ കൊണ്ട് സുരക്ഷിതരായിട്ടിരിക്കുക. വളരെ സുരക്ഷിതര. അവിടെ ഒരു തരത്തിലുള്ള വിപ്ലവം ഇല്ല കേട്ടോ. അവിടെ ഒരു തരത്തിലുള്ള പുരോഗമനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് താനും. അതുകൊണ്ട് ഞാനൊരു വാചകം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. കേരളത്തിന്റെ മുഖമുദ്രയായി മാറിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ വലതുപക്ഷം ഇടതുപക്ഷത്തെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കേട്ടില്ലേ? വി ഡി സതീശനൊക്കെ ഞങ്ങളാണ് ഒറിജിനൽ ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞ്. ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു 20 കൊല്ലം മുമ്പ് അങ്ങനെ പറയുന്നത് കേൾക്കില്ല. 20 കൊല്ലം മുമ്പ് പോലും പറയുന്നത് കേൾക്കില്ല. കാരണം ലെഫ്റ്റും റൈറ്റുമാണ്. പക്ഷെ ഇന്ന് വി ഡി സതീശൻ മാത്രല്ല, ഈ എൻറ്റയർ റൈറ്റ് വിങ് ഇങ്ങനെ ലെഫ്റ്റിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വലതുപക്ഷം ഇടതുപക്ഷത്തെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുത്തും കോമ. ഇടതുപക്ഷം വലതുപക്ഷത്തെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തേത് പറഞ്ഞ് മാത്രം നിർത്തിയാൽ അങ്ങേയറ്റം സത്യസന്ധത ഇല്ലാത്തൊരു സംഭാഷണമായിട്ട് എന്റേത് മാറും. നമുക്ക് വല്ല അലോസരവും അതിൽ തോന്നുന്നുണ്ടോ? ഒരു അലോസരമൊന്നും. അതിന്റെ കാര്യം ഇതാണ്, പൊളിറ്റിക്കലി ലെഫ്റ്റായിട്ട് നിൽക്കുമ്പോഴും കൾച്ചറലി റൈറ്റായി നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഉഭയജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി. ഈ ഉഭയജീവിതം ജീവിക്കാൻ ഒരുമാതിരി തവളയുടെ ജീവിതം എന്നായി ഉഭയജീവിതം എന്ന് പറഞ്ഞതിന്റെ പച്ച മലയാളം കേട്ടോ. തവളയ്ക്ക് അത് നല്ലതാണ്, കാരണം അത് പരിണാമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു ലിങ്ക് ആണല്ലോ, അല്ലെ? ഈ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്ന എവല്യൂഷൻ തിയറിയിലെ ഒരു ലിങ്കാണ്. അതുകൊണ്ട് ആ കണ്ണി മാർവലസ്, അത് കേമാണ്. പക്ഷെ മനുഷ്യർക്ക് പൊളിറ്റിക്സില് അങ്ങനെ ഒരു ഉഭയജീവിതം ജീവിക്കുന്നത് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ മട്ടിൽ ഒരർത്ഥത്തിൽ അപമാനകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉഭയജീവിതം ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട് എന്ന ആഴമുള്ള, വിസ്താരമുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാതെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ
അപ്പൊ ഇന്നത്തെ ഒരു കാലം ഡിജിറ്റൽ ടെക്നോളജിയുടെ ഒരു കാലാണ്. അതിനെപ്പറ്റി പറയാതെ ഇന്നൊരു സംസാരവും തുടങ്ങരുത്, അവസാനിപ്പിക്കരുത് എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. അതിലൊരു വിദഗ്ധനല്ല കേട്ടോ. വലിയൊരളവിൽ വേണമെങ്കിൽ ഒരു നിരക്ഷരം എന്നൊക്കെ പറയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ആ കാര്യത്തിൽ ഒട്ടും വിദഗ്ധനല്ല. പക്ഷേ ആ ഒരു കാലത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അല്ലാണ്ട് നമ്മളിങ്ങനെ നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ അതിലിങ്ങനെ എനിക്ക് കോളേജിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്, ഒരു കുട്ടിയാണുള്ളത്, ഒരു മകളാണുള്ളത്. അപ്പൊ ഞാനിങ്ങനെ അവളോട് സംസാരിക്കും. അപ്പൊ ഇടക്കാലത്ത് എനിക്ക് തോന്നി അവൾ എന്നോട് പണ്ടത്തെ പോലെ സംസാരിക്കുന്നില്ലയോ എനിക്ക് തോന്നി. ഇപ്പൊ ഒരു അച്ഛനാണ് സംസാരിക്കുന്നത്. മറ്റേ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇട് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വേണമെങ്കിൽ ആ ടോണിൽ കേട്ടോളൂ. കത്തിയൊന്നുമില്ല ഇവിടെ, അമ്മാരി വികാരങ്ങളൊന്നുമില്ല, എന്നാലും പറയാണ്. അപ്പൊ എനിക്ക് ഈയിടെ തോന്നി അവൾ എന്നോട് വേണ്ടതുപോലെ പറയുന്നില്ലയോ കാര്യങ്ങൾ. അവൾ കോളേജിലെ വിശേഷം എന്നോട്, കോളേജിൽ പോയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, അത് പറയുന്നില്ലയോ എന്നെനിക്കിങ്ങനെ തോന്നി. നിങ്ങൾ നിങ്ങളുടെ വീട് ആലോചിക്കണം കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ വീട് ആലോചിക്കണം. ജെൻസി, ആൽഫ ഒക്കെയുള്ള മക്കള്, പിള്ളേരൊക്കെ, പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും എക്സ് ആണ്, അതിൻ്റെയും പിന്നിലുള്ള അല്ലെ ജനറേഷൻ എന്താ ബൂമേഴ്സ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഇതിൽ ഇരിക്കുന്നുണ്ട്. വൈ ഉണ്ടോ? വൈ അത്ര അധികമില്ല, എക്സ് ആണ് കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പൊ അവള് പറയുന്നില്ല, അത് എനിക്ക് തോന്നുകയാണ്. അപ്പൊ എന്താ അതിൻ്റെ ഒരു കാര്യം എന്ന് ചോദിച്ചാല്, ഞാൻ വിചാരിക്കണത് അവളുടെ ഒരു തോന്നല് കേട്ടോ. ഇത് എന്റെ തോന്നലാണ്, ഇതൊക്കെ തോന്നലുകളാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് തോന്നലാണ് എല്ലാം എന്നത് ആശ്വാസമായും തോന്നി എന്ന് പറയാൻ പറ്റിച്ച നന്നായി. പക്ഷെ കഷ്ടകാലത്തിന് അത് ആ വാചകം മാത്രം വരുന്നില്ല. കവിതയിൽ അവസാന വരി വരാത്ത ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കണ ഒരു അച്ഛനും രാഷ്ട്രീയ പ്രവർത്തകനും മാർക്സിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയത് അവള് വിചാരിക്കുന്നുണ്ടോ അവളുടെ ഭാഷ ഈ അച്ഛന് പിടികിട്ടുന്നില്ല എന്നുള്ളത്? അങ്ങനെയാവുമല്ല, സംസാരിക്കുന്നൊക്കെ മലയാളം തന്നെയാണ്. പക്ഷെ അവളുടെ കോഡ് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും ഈ അച്ഛനില്ല. അത് പിന്നെ നല്ലത് എന്താണ്? നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയാം, എനിക്കറിയില്ല. ഈ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയ പിന്നെ എന്താ നല്ലത്? നിങ്ങൾ ഒരിക്കലും ഫ്രഞ്ചിൽ എന്നോട് സംസാരിക്കില്ല, എന്തിനു സമയം മെനക്കെടുത്തണം? വ്യാക്കത് അറിയില്ല എന്ന പോലെ എന്റെ മകൾ ഇങ്ങനെ കരുതിയോ? എന്റെ മുമ്പിലുള്ള എന്റെ മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മകളൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു സാധനമില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പറ്റിയായി പറയുന്നത്, കേരളത്തിലെ കുട്ടിയെ പറ്റിയായി പറയുന്നത്. ഈ മക്കള് അവരുടെ ടീച്ചറോട് പറയേണ്ടതില്ല എന്ന് അവർക്ക് തോന്നിയോ? ഈ ടീച്ചർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ടീച്ചർക്ക് ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്, ഓക്കെ, പക്ഷെ ടീച്ചർക്ക് ഇത് മനസ്സിലാവില്ല, അച്ഛന് ഇത് മനസ്സിലാവില്ല, അമ്മയ്ക്ക് ഇത് മനസ്സിലാവില്ല എന്ന് ഈ കുട്ടിക്ക് തോന്നാൻ മാത്രം. അഥവാ അവൾ എന്തെങ്കിലും പറഞ്ഞാല് അത് മനസ്സിലാകുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുന്ന തരത്തിലേക്ക് ഡിജിറ്റൽ ടെക്നോളജി എന്ത് മാറ്റമാണ് കേരളത്തിലുണ്ട്? ലോകത്താകെ നമ്മൾ കേരളത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കേരളം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളൂ, കേരളത്തിൽ വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ആലോചിക്കുമ്പോ ഈ ഡിജിറ്റൽ ടെക്നോളജി, ഈ എന്താ പറയാ, സാങ്കേതിക വിദ്യാ വികാസത്തിന്റെ അല്ലെങ്കിൽ വ്യവസായ പുരോഗതിയുടെ ഒരു 5ാം തലമുറ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പുള്ള ഈ പുരോഗതിയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? സാങ്കേതിക വിദ്യ പുരോഗതിയുടെ, സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തെ ഈസി ആക്കും. ഇപ്പൊ ഇത് ഒരു ടെക്നോളജിയുടെ ഒരു രൂപമാണ്. ഇതെന്തിനാണ്? എന്റെ ശബ്ദം ചെറിയതാണ്, എനിക്ക് നിങ്ങളെ പിറകിലിരിക്കുന്നവരെ കേൾപ്പിക്കാനുള്ള ശേഷി എനിക്കില്ല, നിങ്ങൾക്ക് അത്രയും ചെവി അങ്ങനെ ഇല്ല, അത് കേൾക്കില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇടയിൽ കേൾക്കുക എന്ന നിങ്ങളുടെ പ്രവൃത്തിയും പറയുക എന്ന എന്റെ പ്രവൃത്തിയെയും ഈ സാധനം ഈസിയാക്കി. ഇത്രയും ഇതാണ് ടെക്നോളജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാറിലാവും കിട്ടു വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ, ബസ്സിൽ, എന്തിലോ നിങ്ങളുടെ യാത്രയെ അത് ഈസിയാക്കി അല്ലെ? നിങ്ങൾ രാവിലെ വീട്ടില് മിക്സി ഉപയോഗിച്ചിട്ടുണ്ടാവും, മോട്ടോർ ഉപയോഗിച്ച് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ കയറിയതിനു ശേഷം നിങ്ങൾ കാറിനെ പറ്റി ആലോചിച്ചോ? ഇല്ല. നിങ്ങൾ 1.5 കോടിയുടെ കാറിലാണ് വന്നതെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിരുന്നതിന് ശേഷം നിങ്ങൾ കാറിനെ പറ്റി ആലോചിച്ചില്ല. കാര്യം നിങ്ങളെ അത് ഈസിയാക്കി, നിങ്ങളുടെ യാത്രയെ അത് ഈസിയാക്കി. എങ്കിൽ പോലും പിന്നെ കാർ നിങ്ങളുടെ കൺസേൺ അല്ല, പിന്നെ നിങ്ങൾ അതിൽ കയറുമ്പോഴേ അത് ആലോചിക്കുള്ളൂ. വെള്ളം അടിക്കണ നേരത്തെ നമ്മൾ മോട്ടോർ ആലോചിക്കുള്ളൂ അല്ലെ?
മറ്റേ വെള്ളം അല്ല, ഈ വെള്ളം തന്നെ ഒറിജിനൽ അല്ല. ഏതാ ഒറിജിനൽ എന്ന് പറയാൻ ഞാനാണല്ല, അത് ഒറിജിനൽ തന്നെ അല്ലേ? അപ്പൊ അപ്പോഴേ നമ്മൾ മോട്ടർ ആലോചിക്കുള്ളൂ. തേങ്ങ എടുത്ത് അരയ്ക്കാൻ പോകുമ്പോഴേ നമ്മൾ മിക്സി ആലോചിക്കുള്ളൂ, അതർവൈസ് അത് ആലോചിക്കില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇക്കാലം വരെയുള്ള സാങ്കേതിക വിദ്യാ പുരോഗതിയുടെ ഒരു പ്രത്യേകത അതിനു വെളിയിൽ നമുക്കൊരു ജീവിതം സാധ്യമാണ് എന്നുള്ളതാണ്. നമുക്കത് ഉപകാരപ്രദമാണ്, ഓക്കെ, പക്ഷെ നമുക്ക് അതിന് വെളിയിൽ ഒരു ജീവിതം സാധ്യമാണ്. എന്താണ് ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ പ്രത്യേകത? നിങ്ങൾക്കതിന് വെളിയിൽ ഒരു ജീവിതമില്ല. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കാൻ കുറച്ചു തുടങ്ങിയാൽ നിങ്ങൾ വാട്സാപ്പ് നോക്കാൻ തുടങ്ങും അല്ലെ? വലിയ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ, വലിയ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ ഈ കോളേജിൽ ഇത് കൊണ്ടുവരുതെന്ന് പറഞ്ഞുള്ള കാര്യം എന്താ? സഹിക്കാൻ പറ്റണ്ടേ ഇതൊക്കെ പിള്ളേർക്ക്? അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോ എന്താ അവസാനം ചെയ്യുന്ന കാര്യം? പണ്ടൊക്കെ മൂത്രം വെച്ചിട്ട് കിടക്കുക എന്നാ പറയാ. ഇപ്പോ പിള്ളേരനുസരിച്ച് ഇൻസ്റ്റ നോക്കിയിട്ടാ കിടക്കുക അല്ലെ? ഞാൻ നിങ്ങളൊക്കെ ആണെച്ചാ ഇൻസ്റ്റയിലേക്ക് കയറിയിട്ടുണ്ടോന്ന് അറിയില്ലേ? ഇതിനൊക്കെ ഭയങ്കര കേട്ടോ. ഈ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ മകളോട് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു എന്നോട്, അച്ഛ ഗ്രാം ഒന്നും വേണ്ട, ഇൻസ്റ്റ എന്ന് പറയും, ഒരുമാതിരി തന്ത വൈബ്. 1 ഗ്രാം കൂടിയ തന്തിയും തള്ളയാവണ കാലാണ് കേട്ടോ. പക്ഷേ ഗ്രാമേ കൂടുണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങൾ ഇൻസ്റ്റ നോക്കുക ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ വാട്സപ്പ് ഒന്ന് നോക്കി അവസാന സന്ദേശം കിടക്കണതിന്റെ മുമ്പേ അല്ലെ ഇത് നോക്കിയിട്ടാ കിടക്കുക. എന്നിട്ട് ഇത് തലേണയുടെ ചോട്ടിൽ തന്നെ വെക്കും. അതെന്തിനാ? രാവിലെ എടുത്ത് നോക്കാനാ. കാരണം ഈ ഉറങ്ങണ 5-6 മണിക്കൂറിന്റെ ഇടയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട്. 5 മണിക്കൂർ വേസ്റ്റ് ചെയ്തു നമ്മൾ 5 മണിക്കൂർ പിറകിലായി, ഉറങ്ങിക്കളഞ്ഞു. അതിന്റെ ഒരു നിരാശയോടുകൂടി രാവിലെ എണീറ്റ് ഇതാ നോക്കുക. ഉറക്കത്തുനിന്ന് അതിനുള്ളൊരു ടെക്നോളജി കണ്ടുപിടിക്കാത്തോണ്ടാ അല്ലെ? ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ രസഗുളയൊക്കെ കിടക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ നിന്ന് മാറിയൊരു ജീവിതമില്ല. ഇത് കാലം വരെ ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ? ഡിജിറ്റൽ ടെക്നോളജി ഇറ്റ്സെൽഫ് ഒരു കൾച്ചറായി മാറി. ഇത് വല്ലാത്തൊരു മാറ്റാട്ടോ. സാങ്കേതിക വിദ്യാ വികാസം ഇക്കാലം വരെ അങ്ങനെ മാറിയിട്ടില്ല. അതായിട്ട് തുടർന്നു, അത് നമ്മളെ എളുപ്പാക്കി. അത് വേറൊരു കാര്യം. ഡിജിറ്റൽ ടെക്നോളജി സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു കൾച്ചറായി മാറി. കൾച്ചറിന്റെ പ്രത്യേകത എന്താ? സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? സംസ്കാരം ജീവിതത്തിന്റെ ഭാഗമാണ്, അത് വേറെയല്ല. കറണ്ട് മറ്റേ ചട്ടയുടെ കാര്യം പറഞ്ഞ പോലെ, മാർച്ചട്ടയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്കത് പുലർത്താൻ പറ്റില്ല, അടർത്താൻ പറ്റില്ല. നിങ്ങൾ അതിലാണ്. അങ്ങനെ വരുമ്പോ സംസ്കാരത്തിന്റെ ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല. ഞാൻ ആ വാചകം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല. അതെന്താണ് സംസ്കാരത്തിന്റെ ലക്ഷ്യം? എല്ലാത്തിനും ചില ലക്ഷ്യങ്ങളുണ്ട്. സംസ്കാരത്തിപ്പോ നമ്മൾ കലാ സാഹിത്യം മാത്രമല്ല, അതുൾപ്പെടെ കൾച്ചറിൽ പെട്ടതാണ്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ആളുകളെ മനസ്സിലാക്കലാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാവലാണ്, ഒരു കാര്യം മനസ്സിലാവലാണ്, അതിനെ വിശകലനം ചെയ്യലാണ്. പക്ഷെ അതിനെ വിശകലനം ചെയ്യണമെങ്കിലോ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആവണമെന്ന് വെക്കുക. എപ്പോഴാ ക്ലിയർ ആവാ? നിങ്ങൾ കണ്ണിന്റെ തന്നെ ഒരു കാര്യം എടുക്കൂ. ഇതിലൊന്നും ഒരു സിദ്ധാന്തം ഇല്ല കേട്ടോ. ഒരു കാര്യം ക്ലിയർ ആവുമ്പോ ഈ എന്താ പറയാ, കാഴ്ചയെ ഏറ്റവും കൃത്യമാക്കാൻ പറ്റുന്ന ഒരു ദൂരത്തിലായിരിക്കണം അല്ലെ? ഇപ്പൊ നിങ്ങളൊരു കടലാസിൽ എടുത്തിട്ട് ഇത് ഇങ്ങനെ പിടിച്ചാൽ കാണുമോ? കണ്ണിന്റെ ഏറ്റവും അടുത്തല്ലേ? കാണില്ല. ഈ കടലാസ് ആ ചുമരന്റെ അവിടെ കൊണ്ടുവച്ചാൽ കാണുമോ? കാണില്ല. പക്ഷെ കടലാസ് ഇവിടെ പിടിച്ചാൽ കാണും. അതെന്താണ്? ദൂരമാണ്. ഈ കാഴ്ചയെ കൃത്യമാക്കിയത് ദൂരമാണ്. ദൂരം കറക്റ്റായിരിക്കണം. ഡിജിറ്റൽ ടെക്നോളജി സ്വന്തം നിലയ്ക്ക് കൾച്ചറായി മാറിയപ്പോ സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയോ? അകലങ്ങളില്ലാതെയായി. നിങ്ങളുടെ അടുത്തായി ഈ സാധനങ്ങളെല്ലാം, എല്ലാം നമ്മുടെ അടുത്താണ്, എല്ലാം നമ്മ കണ്ണിനോട് ചേർന്ന. അതുകൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാവണില്ല, ഒന്നും നമുക്ക് തിരിയുന്നില്ല. അതുകൊണ്ടോ ഒന്നിനെയും നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനെയും വിമർശിക്കാൻ പറ്റുന്നില്ല. ഈ മട്ടിലുള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ
അതേസമയം മാർക്കറ്റിനാൽ ആനയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ കുടുംബത്തിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള വലതുപക്ഷവൽക്കരണത്തിന്റെ അവശേഷിപ്പുകൾ എന്തെല്ലാമാണ്, മൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയുക എന്നത് ഇക്കാലത്തെ വളരെ വലിയ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനമാണ്. നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ അത് കൊടി പിടിക്കലും ജാഥ വിളിക്കലും വേറെ ഇലക്ഷനിൽ മത്സരിക്കലും അതിന് വോട്ട് പിടിക്കലും മാത്രമാണ് എന്ന് കരുതരുത്. ഈ വെറും മനസ്സിലാക്കലാണ് ഈ കാര്യം, വെറും വിശകലനത്തിന് സഹായിക്കലാണ് ഈ കാര്യം. പക്ഷെ ആ കാര്യങ്ങളാണ് വസ്തുത തിരിച്ചറിയാൻ, വിമർശിക്കാൻ, അതുവഴി കുറെ കൂടി നല്ല ഒരു ചുവട് വെക്കാൻ ഒരു നാടിനെ പ്രാപ്തമാക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്ക് എങ്ങനെയാണ് നമ്മുടെ സംഘത്തിലുള്ള മനുഷ്യരെ, നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യരെ എത്തിക്കുക എന്നൊരാലോചന തീർച്ചയായും നവോദയ പോലെയുള്ള ഒരു സംഘടന, അതിന് വലിയ ലക്ഷ്യങ്ങളാണുള്ളത്. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് ആ കാലത്തിന്റെ ചുമരെഴുത്തുകൾ കൂടി വായിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.